മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മൾ ഏത് ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ഗ്രന്ഥത്തിലെ കണ്ടൻറ്റുകൾ വിശകലനം ചെയ്യുകയാണെങ്കിലും അതിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു റോസാപ്പൂവ് ഒരു പെൺകുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് 2 വരി പറയാൻ പറഞ്ഞാൽ ആ കുട്ടി പറയുന്ന മാതിരി ആവില്ല ഒരു കവിയുടെ കയ്യിൽ റോസാപ്പൂ കൊടുത്താൽ, ഒരു ബോട്ടണി പ്രൊഫസറുടെ കയ്യിൽ റോസാപ്പൂ കൊടുത്താൽ, ഒരു കെമിസ്റ്റിൻ്റെ കയ്യിൽ റോസാപ്പൂ കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു പൂജാരിയുടെ കയ്യിൽ റോസാപ്പൂ കൊടുത്താൽ, ഒരു മാല ഉണ്ടാക്കുന്ന ആളുടെ കയ്യിൽ റോസാപ്പൂ കൊടുത്താൽ, ഒരു റീത്ത് ഉണ്ടാക്കുന്ന ആളുടെ കയ്യിൽ റോസാപ്പൂ കൊടുത്താൽ, അവരെല്ലാം റോസാപ്പൂവിനെ കുറിച്ച് വ്യത്യസ്തമായ രീതിയിലായിരിക്കും പറയുക. അതുപോലെ രാമായണം പഠിക്കുന്ന വ്യക്തികൾക്ക് അതിലെ ഏത് ചോദ്യത്തിനും വളരെ വ്യത്യസ്തമായ രീതിയിൽ ഉത്തരം കൊടുക്കാൻ സാധിക്കും. ഒരേ ഉത്തരമായിരിക്കില്ല. നമുക്ക് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിട്ട് ഉത്തരം കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ചോദ്യങ്ങൾ പലതാകാം, ഉത്തരം ഒന്നാകാം. പക്ഷേ ചോദ്യം ഒന്നാകാം, ഉത്തരങ്ങൾ പലതാവാം. ഇതൊക്കെ രാമായണവും ഭാരതീയ ഗ്രന്ഥങ്ങളിലും 2000-ഓളം അടിസ്ഥാന ഗ്രന്ഥങ്ങളും 10,000-ഓളം വ്യാഖ്യാനങ്ങളും 1,00,000-ഓളം ഉപാഖ്യാനങ്ങളുമുള്ള ഭാരതീയ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത അതാണ്. ഒരേ ചോദ്യത്തിന് പല ഉത്തരമുണ്ട്. എന്നാലും കുറേ ചോദ്യങ്ങൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഉത്തരം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. അടുത്ത ചോദ്യം ആരാണ്? ഇയാളാ. എന്താ പേര്? ഗൗരി. ഗൗരിയുടെ ചോദ്യം എന്താ? രാമായണം രചിച്ച വാൽമീകിയുടെ മഹത്വം എന്താണ്? വാൽമീകി മഹർഷിയുടെ ഒരു മഹത്വം ബാക്കി ആരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് തോന്നിയിരിക്കുന്നത് ഒരു കാട്ടാളനായിട്ട് ജീവിച്ച രത്നാകരൻ വാൽമീകി മഹർഷിയായി തപസ്സിരുന്ന് മഹർഷിയായി മാറിയതാണ്. ഓർമ്മിക്കണം, വാൽമീകിയുടെ മാത്രം കാര്യത്തിൽ അദ്ദേഹത്തിന് ഗുരു ഇല്ല. അദ്ദേഹത്തിൻ്റെ ഗുരു ആരാണെന്ന് ഞാനൊരു 10 വർഷം അന്വേഷിച്ചു, കിട്ടിയിട്ടില്ല. ഗുരു ഇല്ലാതെ ഇത്ര ഉജ്ജ്വലമായിട്ടുള്ള ഒരു ഗ്രന്ഥം എഴുതിയത് വാൽമീകി മഹർഷി മാത്രമാണ്. അപ്പോൾ ആ തപസ്സുകൊണ്ട് അകത്തെ അറിവാണ് പുറത്തേക്ക് വന്നത്. മറ്റേത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഗായത്രി മന്ത്രം മുകളിൽ നിന്ന് ചുവട്ടിലേക്ക് എഴുതിയാൽ 24 അക്ഷരമാണ്. 24 അക്ഷരത്തിൽ നിന്ന് 24,000 ശ്ലോകങ്ങൾ എഴുതാൻ സാധിക്കുക ഒരു ഗുരുവിൻ്റെ സപ്പോർട്ടില്ലാതെ വലിയൊരു മഹത്വമാണ്. രാമായണത്തിൽ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് പോലും ഇല്ല. വേദത്തിൽ പോലും 7 ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്. ഇതി ആര്യമത എന്ന് പറഞ്ഞിട്ടാണ് അതിനെ വ്യാഖ്യാനിക്കുക. വാൽമീകി രാമായണത്തിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ല. ഒരൊറ്റ ഇരുപ്പിൽ 2 പക്ഷികളിൽ ഒരെണ്ണത്തിന് അമ്പെയ്ത് താഴത്തേക്ക് വീണ് അത് പെടഞ്ഞ് ചാവുന്നത് കണ്ട് മറ്റേ ആ പക്ഷിയുടെ വികാരത്തോടു കൂടി തമസാ നദീതീരത്ത് എഴുതാൻ ആരംഭിച്ചതാണ് രാമായണം എന്ന് പറയുന്നത്. അത് ഗംഭീരമാണ്. അവനവൻ പ്രൊജക്റ്റ് ചെയ്തതല്ല. എന്നിട്ട് ദേവരാമായണം എന്ന് പറഞ്ഞ 1,00,000-ഓളം ശ്ലോകങ്ങളുള്ള ഒരു രാമായണം അതിനു മുമ്പുണ്ടായിരുന്നു. അത് ആർക്കും വായിച്ചാൽ മനസ്സിലാവില്ല. നാരദ മഹർഷി പറഞ്ഞു, ദേവരാമായണം വായിച്ചാൽ ആർക്കും മനസ്സിലാവാത്തത് കൊണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ രാമായണം എഴുതാൻ വാൽമീകി മഹർഷിയോട് നാരദ മഹർഷി പറഞ്ഞു. ആരാ നാരദൻ, എപ്പോഴാണ് പറഞ്ഞത്? അവിടെ ഒന്നും ഇവിടെ പ്രസക്തിയില്ല. ആ വാൽമീകി മഹർഷി സ്വന്തം അനുഭവത്തിൽ നിന്ന് ഒരു വികാരത്തിൻ്റെ പുറത്തൊരു ശ്ലോകം എഴുതി കഴിഞ്ഞപ്പോൾ ബോധ്യം വന്നതാണ് തനിക്ക് സംസ്കൃത ശ്ലോകം അകത്തു നിന്ന് വരും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാമൻ്റെ എല്ലാ കാര്യങ്ങളും എഴുതുന്നത്. അത്ര ധന്യമായിട്ടുള്ള വാൽമീകി മഹർഷി ജീവിച്ചിരുന്നതിൽ ഒരു അറിവിൻ്റെ മൂർത്തിമത് ഭാവമായിരുന്നു. പ്രായോഗികമായിട്ടുള്ള ഉപദേശങ്ങളും അനുഭവങ്ങളും ഒരുമിച്ച് ചേർത്ത് പ്രകൃതിയെയും അവതാരത്തെയും മനുഷ്യനെയും രാക്ഷസനെയും ദേവന്മാർ, ഋഷിമാർ, മഹർഷിമാർ, മനുഷ്യൻ, അവതാരം, പ്രകൃതി, ജീവജാലങ്ങൾ എല്ലാത്തിനെയും കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ലോകത്തിൽ അത്തരത്തിലുള്ള ഒരേ ഒരു ഗ്രന്ഥം വാൽമീകി രാമായണമാണ്. അതിൽ കുരങ്ങന്മാരുണ്ട്, കഴുകനുണ്ട്, പരുന്തുണ്ട്, അതിനകത്ത് കുതിരയുണ്ട്, അതിനകത്ത് പല പല മൃഗങ്ങളുണ്ട്, പല പല ചെടികളുണ്ട്, അതിനകത്ത് വായുവുണ്ട്, ഇന്ദ്രനുണ്ട്, പല ദേവതമാരുണ്ട്, പല വൃക്ഷങ്ങളുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് ഋഷിമാരുണ്ട്, ദേവന്മാരുണ്ട്, അവതാരങ്ങളുണ്ട്, എല്ലാം ഒരുമിച്ച് ചേർത്ത് എഴുതിയിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അത്തരത്തിൽ രാമായണം മാത്രമേ ഉള്ളൂ ലോകത്തിൽ. അങ്ങനെ സകല വിഭാഗത്തിൽ നല്ലവരെയും ചീത്തവരെയും രാക്ഷസന്മാരെയും അസുരന്മാരെയും ദേവന്മാരെയും ഋഷിമാരെയും താപസന്മാരെയും എല്ലാവരെയും ചേർത്ത് എഴുതി തന്നിരിക്കുന്ന ഒരു ഗ്രന്ഥത്തിന് എത്ര പ്രാധാന്യമുണ്ട് എന്നറിയണമെങ്കിൽ ഭഗവത്ഗീതയിൽ ഒരു വരിയുണ്ട്. ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതീഹയഃ അഘായുരിന്ദ്രിയാരാമോ മോഘം പാർത്ഥ ജീവതി. കാലചക്രം തിരിയുന്നതോടൊപ്പം ധർമ്മത്തിൻ്റെ ചക്രവും തിരിയും. ആ ധർമ്മചക്രത്തോടൊപ്പം തിരിഞ്ഞ
ഒരു ഗ്രന്ഥമാണ് വാൽമീകി രാമായണം. അത് എക്കാലവും ധാർമ്മിക മൂല്യങ്ങളുള്ള ഒരു ഗ്രന്ഥമാണ് വാൽമീകി രാമായണം. ശരിക്ക് അമൃത ടി വിയിൽ ശ്രേഷ്ഠ ഭാരതം വന്നപ്പോൾ ഒരു റിയാലിറ്റി ഷോയുടെ അടിസ്ഥാനത്തിൽ ഒരു ഗ്രന്ഥത്തിന് മഹത്വം ലഭിച്ച ആദ്യത്തെ സംഭവവും അതുതന്നെയാണ്. ഒരു റിയാലിറ്റി ഷോ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. ഒരു ആത്മീയ ഗ്രന്ഥത്തിലെ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ അത് അത്ര ഗംഭീരമായിട്ട് മനുഷ്യ മനസ്സുകളിൽ തറയ്ക്കാൻ കാരണം കാലചക്രം തിരിഞ്ഞപ്പോൾ അതിൻ്റെ ഒപ്പം ധർമ്മചക്രം തിരിയുന്നുണ്ട്. ആ ധർമ്മചക്രത്തോടൊപ്പം തിരിയുമ്പോൾ അമ്മയുടെ, അച്ഛൻ്റെ, ഭാര്യയുടെ, മകൻ്റെ, സഹോദരൻ്റെ, പ്രജകളുടെ, രാജാവിൻ്റെ, മന്ത്രിയുടെ, താപസന്മാരുടെ, രാക്ഷസന്മാരുടെ എല്ലാവരുടെയും വിവരണങ്ങൾ ചേർത്തിട്ട് ആരെയും ഒഴിവാക്കാത്ത എല്ലാവരെയും ഉൾപ്പെടുത്തിയ ഒരു ഗ്രന്ഥമാണ് വാൽമീകി രാമായണം. അത് വാൽമീകി മഹർഷിക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അതിന് കാരണം ഒരു കാട്ടാളൻ മഹർഷിയായി മാറിയതാണ്. ബാക്കി ആരും അങ്ങനെ ആയിട്ടില്ല. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കായി മാറിയ വാൽമീകിയുടെ പ്രത്യേകത അതുതന്നെയാണ്. പ്രണാമം.